ഗവർണറുടെ പ്രശ്നം ഇപ്പോൾ വീണ്ടും സങ്കീർണമാവുകയാണ്. സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണർമാർ അവലംബിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാവണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇവിടെ ഹൈക്കോടതിയും മുന്നോട്ടേക്ക് വെച്ച നിലപാട് അതുതന്നെയായിരുന്നു. അതിനെതിരായിട്ട് ഗവർണർ നൽകിയിട്ടുള്ള സുപ്രീം കോടതിയിലെ അപ്പീലിൻ്റെ മേലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്ന് ഗവർണർമാർ നിലപാട് സ്വീകരിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചത്. ഗവർണറെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാകെ കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോടതിയുടെ ഇത്തരം പരാമർശം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാറിൻ്റെ ഈ കാവ്യവൽക്കരണ നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമേ ജനാധിപത്യ ശക്തികൾക്കും മതനിരപേക്ഷ ശക്തികൾക്കും നിലനിൽക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ശരിയാണ് എന്ന് സുപ്രീം കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ്റിനുള്ള അംഗീകാരം കൂടിയാണ് ഈ വിധി. എന്നാൽ ഈ വിധിയെ മറികടന്നുകൊണ്ട് വി സിമാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവർണർ തയ്യാറായിട്ടുള്ളത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലാണ് കോടതി പുറത്താക്കിയ വൈസ് ചാൻസലർമാരെ കോടതി വിധികളെ മറികടന്ന് ഗവർണർ ഇപ്പോൾ വീണ്ടും നിയമനം നടത്തിയിട്ടുള്ളത്. ഈ സംബന്ധിച്ച ഉത്തരവ് ഇന്ന് യഥാർത്ഥത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കോടതിയും ഭരണഘടനയും ഒന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന സംഘപരിവാർ നിലപാടിൻ്റെ മറ്റൊരു മുഖമാണ് ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെതിരായിട്ട് അതിശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. സർക്കാർ ആവശ്യമായ നിയമ നടപടികളുമായി മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇതിൻ്റെ ഇടയിലാണ് എല്ലാവരെയും പ്രയാസപ്പെടുത്തിയ മലയങ്കാവ് സ്ഫോടന വിധി ഉണ്ടായിട്ടുള്ളത്. സംഘപരിവാർ വിഭാഗം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള മലയങ്കാവ് സ്ഫോടനം തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ കുറ്റമുക്തമാക്കുന്ന രീതിയാണ് ഉണ്ടായത്. കേസിലെ കുറ്റപത്രത്തിലുള്ള പ്രതികളെല്ലാം പ്രതികളാണെന്ന സംശയം ശക്തമായി സ്ഥാപിക്കപ്പെട്ടിരുന്നുവെങ്കിലും ശിക്ഷിക്കാൻ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞാണ് ഇവരെയെല്ലാം വെറുതെ വിട്ടത്. ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്തിയ ATS തലവൻ ഹേമന്ത് കാർക്കറെയാണ് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതും കൂട്ടി വായിക്കേണ്ടതാണ്. സംഘപരിവാർ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും ശരിയായ തെളിവായി
പുറത്തു വന്ന കേസ് കൂടിയായിരുന്നു ഇത്. ആ കേസ് ശിക്ഷിക്കപ്പെടാതിരിക്കുന്നു എന്നത് ഭീതിജനകമായ ഒരവസ്ഥയാണ് ഇന്ത്യയിൽ ഓരോ പൗരൻ്റെയും മുമ്പിൽ ഉണ്ടാകുന്നത്.